യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നല്ല ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി. ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കുടുംബ സമാധാനം, കുടുംബത്തിൽ എല്ലാവരും തമ്മിലുള്ള ഐക്യം, സന്തോഷത്തോടെയുള്ള ഒരു കുടുംബജീവിതം, പരസ്പരം അകന്നു നിൽക്കുന്നവർ ചേർന്നു വരണം, ദൈവാനുഗ്രഹത്തിൽ ആ വീട് ഏറ്റവും സന്തോഷത്തിലേക്ക് വരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം ഒന്ന് ഇന്ന് വചനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ എല്ലാ ഭവനങ്ങൾ ദൈവാനുഗ്രഹത്തിലാകാൻ, ദൈവവചനം നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, കൂട്ടായ്മയുടെ നന്മകളെ കൊണ്ടുവന്നു തരും. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ഓരോ കുടുംബങ്ങളിലുമേലും അങ്ങ് ഉയർത്തണമേ. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കൾ, മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ ഭാവി, എല്ലാ കാര്യത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം ഈ ഭവനത്തിൽ, ഓരോ ഭവനത്തിലും ഉണ്ടാകണമേ. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാണെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഇങ്ങനെ കേട്ടാൽ മാത്രം പോരാ, അത് കേൾക്കുന്നതിൽ മാത്രം സന്തോഷിച്ചാൽ പോരാ, അത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോഴാണ് ആ അനുഗ്രഹം അനുഭവിക്കാൻ കഴിയുക. ദൈവവചനം കേൾക്കുക മാത്രമല്ല, അത് വിശ്വസിച്ച് ഏറ്റെടുക്കാനുള്ള കൃപ തരണമേ. നിങ്ങളൊന്നത് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുക മാത്രമല്ല, അത് വിശ്വസിച്ച് ഏറ്റെടുക്കാനുള്ള കൃപ കൂടി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന, ദൈവാനുഗ്രഹം അത് ചോദിച്ച് തന്നെ വാങ്ങണം. പ്രാർത്ഥന ചോദിച്ചു വാങ്ങണം. അനുഗ്രഹം ചോദിച്ചു വാങ്ങണം. അതിലൊരു മടിയും വിചാരിക്കേണ്ട. അതെല്ലാം മറ്റൊരനുഗ്രഹത്തിന് കാരണമാവും. ഇന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏതു കാര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇന്ന് പ്രാർത്ഥിക്കുന്നത്, വചനം കേൾക്കുന്നത്, ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിക്കട്ടെ. ഇന്ന് കേൾക്കുന്ന ഈ വചനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യം മോശയെ ശക്തിപ്പെടുത്തുന്നു എന്നാണ്. വചനത്തിലൂടെ ദൈവം എന്നെയും നിങ്ങളെയും ശക്തിപ്പെടുത്തുകയാണ്, എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തുകയാണ്, ശക്തിപ്പെടുത്തുന്നു. 1-ാം വാക്യം, മോശ പറഞ്ഞു, അവർ എന്നെ വിശ്വസിക്കുകയില്ല, എൻ്റെ വാക്ക് അവർ കേൾക്കുകയുമില്ല. കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നവർ പറയും. 2-ാമത്തെ വാക്യം, കർത്താവ് അവനോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു, അതൊരു വടി. അവിടുന്ന് കൽപ്പിച്ചു, അത് നിലത്തിടുക. അവൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. മോശയുടെ കയ്യിലിരിക്കുന്ന ഒരു വടിയെക്കുറിച്ചാണ് മോശയോട് ദൈവം പറഞ്ഞ വാക്കാണ്, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? മോശ പറഞ്ഞു, അതൊരു വടി. നീ അതിനെ നിലത്തിടുക, അതിനെ സമർപ്പിക്കുക. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, മോശ ആ വാക്ക് കേട്ട് ആ വടി നിലത്തിട്ടു. ഞാനൊരു വാക്ക് അതിനോട് ചേർത്ത് പറയാം. ആ വാക്കിൻ്റെ മുമ്പിൽ
ആ വചനത്തിൻ്റെ മുമ്പിൽ മോശ കയ്യിലുള്ള ആ വടി ആ നിലത്ത് സമർപ്പിച്ചു. പിന്നീട് ആ വടി ഏത് രൂപത്തിൽ മാറി? അത് സർപ്പമായി മാറി എന്ന് എഴുതിയിട്ടുണ്ട്. ഞാനതിനെ ഇങ്ങനെ നിങ്ങളോട് പറയാം. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിനെ ദൈവം ഒരു അത്ഭുതമാക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിനെ ദൈവം ഒരു അടയാളമാക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിനെ ദൈവം മനുഷ്യൻ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഒരു അനുഗ്രഹത്തിലേക്ക് നയിക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ കാണിച്ച ആ മനസ്സാണ് അവിടെ എല്ലാ അത്ഭുതങ്ങളുടെയും ഒരു വാതിലായി മാറിയത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിന് എല്ലാ കുടുംബങ്ങളും, മാതാപിതാക്കൾ, മക്കൾ, നിങ്ങളിങ്ങനെ പറയണം, പേര് പറഞ്ഞ് ഇന്ന വ്യക്തിയെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ വീടിരിക്കുന്ന ഈ സ്ഥലത്തെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ മക്കളെ, എൻ്റെ 3 മക്കളെ, 2 മക്കളെ, ഒരാളെ, 5 മക്കളെ, എൻ്റെ കൊച്ചുമക്കളെയെല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ആ വിഷയത്തിലെല്ലാം സംഭവിക്കാൻ തുടങ്ങും. ഇനി സമർപ്പിച്ച ആ വടി 4-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം എഴുതിയിട്ടുണ്ട്. അവൻ ദൈവത്തിൻ്റെ വടിയും കയ്യിലെടുത്തു. അതെങ്ങനെയാണ് ദൈവത്തിൻ്റേതായി മാറിയത്? മോശ നേരത്തെ കയ്യിലുണ്ടായിരുന്ന വടി ദൈവത്തിൻ്റെ ആ വാക്കുകേട്ട് നിലത്തിട്ടു. അത് സർപ്പമായി മാറി, ഒരത്ഭുതമായി മാറി, ഒരടയാളമായി മാറി എന്നു മാത്രമല്ല, പിന്നീട് ആ വടിയുടെ പേര് തന്നെ മാറി. ഇപ്പോൾ മോശ പറയുന്നത് മോശ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്തു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ, ആ വചനത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ, ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും ദൈവത്തിൻ്റേതായി മാറും, ദൈവത്തിൻ്റെ ഭവനമായി മാറും. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ വീട് ദൈവത്തിൻ്റെ ഭവനമായി തീരട്ടെ. ഈ വചനം നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയാണ് കേൾക്കുന്നത്? ഒരുമിച്ചിരുന്നാണോ കേൾക്കുന്നത്? പ്രാർത്ഥനയോടെയാണോ സ്വീകരിക്കുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റേതായി മാറും. ദൈവത്തിൻ്റേതായാൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരന്ധകാര ശക്തിക്കും, ഒരു തിന്മയ്ക്കും, ഒരു പൈശാചിക സ്വാധീനങ്ങൾക്കും തൊടാൻ പോലും പറ്റാത്ത വിധം ദൈവത്തിൻ്റെ സംരക്ഷണയിലായിരിക്കും. അത് ദൈവത്തിൻ്റേതാണെങ്കിൽ അത് ദൈവത്തിൻ്റെ സംരക്ഷണയിലായിരിക്കും. ഇപ്പം നമുക്കൊരു ഭൂമി, കുറച്ച് സ്ഥലം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതിന് മറ്റൊന്നും ദോഷം വരാതെ അത് വേലി കെട്ടി അതിനെ തിരിച്ച് സംരക്ഷിക്കും. ഇതുപോലെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റേതായി മാറുന്നു. നിങ്ങൾ നിങ്ങളോട് തന്നെയും നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ വചനം ഒക്കെ കേൾക്കണമെന്ന് പറയുന്നത് അവർ ദൈവത്തിൻ്റേതായി മാറട്ടെ. ദൈവത്തിൻ്റേതായി മാറുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം അവിടെ വരും, ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം അവിടെ വരും, സ്വസ്ഥത അവിടെ വരും, സമാധാനം, സന്തോഷമൊക്കെയും ആ സ്ഥലത്ത് നിറയാൻ തുടങ്ങും. ദൈവത്തിൻ്റേതായി മാറട്ടെ. ഡെയിലി ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷ നമ്മുടെ ബുദ്ധിയിൽ മാത്രം നടക്കുന്ന ഒന്നല്ല. അത് ദൈവത്തിൻ്റെയാണ്, ദൈവം നൽകിയതാണ്. അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഈ തിരക്കുള്ള സമയത്ത് ദൈവവചനം കേൾക്കാൻ തയ്യാറാകില്ല. അത് അനേകരുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾക്ക് വഴി തെളിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവം അവരെ നയിക്കുന്നുണ്ട്, ദൈവത്തിൻ്റേതായി മാറിയിട്ടുണ്ട്. ഒത്തിരി നന്ദി നിറഞ്ഞ മനസ്സോടെ, ഹൃദയത്തോടെ നിങ്ങളും പ്രാർത്ഥിച്ചേ, കർത്താവേ, അങ്ങയുടെ അത്ഭുതങ്ങളെ ചെയ്യണമേ, അങ്ങയുടെ അടയാളങ്ങളെ സംഭവിക്കണമേ, ദൈവപ്രവർത്തികൾ ഇവിടെ സംഭവിക്കട്ടെ. ദൈവപ്രവർത്തികൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് തുടക്കത്തിൽ പ്രാർത്ഥിച്ചത് കർത്താവെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന, കുടുംബങ്ങളെ ദൈവത്തിൻ്റെ ഭവനമാക്കി മാറ്റണമേ, ദൈവത്തിൻ്റേതാക്കി മാറ്റണമേ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു അനുഗ്രഹത്തിൻ്റെ തണലിൽ നിങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അനുഗ്രഹമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും
നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വചനം കേട്ടപ്പോൾ ഞങ്ങൾ കേട്ടു, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം മോശയുടെ കയ്യിലിരുന്ന ഒരു സാധാരണ വടി, വലിയ പ്രത്യേകതയുള്ള ഒരു വടിയുമല്ല, പക്ഷെ അത് ദൈവത്തിൻ്റെ വാക്കു കേട്ട് അത് നിലത്തിടാൻ, അത് സമർപ്പിക്കാൻ, ദൈവ മുമ്പിൽ അത് വയ്ക്കാൻ തയ്യാറായപ്പം പിന്നീട് അതിൻ്റെ ലേബൽ മാറി, അത് ദൈവത്തിൻ്റേതായി മാറി. ഈ വടി കൊണ്ടാണ് മോശ അത്ഭുതങ്ങളെ ചെയ്തത്. പ്രിയപ്പെട്ടവർ, ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ബന്ധങ്ങൾ, വിദ്യാഭ്യാസം, ഭാവി, കുടുംബജീവിതം, ശുശ്രൂഷാ ജീവിതം, സമർപ്പണ ജീവിതം എല്ലാം ദൈവത്തിൻ്റേതായി മാറട്ടെ. അത് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും കാരണമാകട്ടെ. സാധാരണയിൽ നിന്ന് അസാധാരണത്വത്തിലേക്ക് മാറട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും നൽകണമേ. ശരീരത്തിൻ്റെ അകവും പുറവും സംരക്ഷിക്കണമേ. സമാധാനവും സ്വസ്ഥതയും തരണമേ. രോഗികൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി തകർന്നവരുടെ അവർക്ക് അതിൽ നിന്നൊന്ന് പുറത്തു കിടന്ന് സ്വസ്ഥതയോടെ ജീവിക്കാനുള്ള വഴികളെ തുറക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കഴിഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ കോഴ്സ് എടുക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ഐക്യമില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബം സ്നേഹത്തിലാകാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിലാകാൻ പ്രാർത്ഥിക്കുന്നു. വീട് അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. വീടിൻ്റെ ഓരോ മുറികളും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു, ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ ഒത്തിരി അനുഗ്രഹമായി മാറും. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ ഒക്കെ വരുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് ഈ 9 മണിക്ക് ശേഷം വ്യാഴാഴ്ച വരുന്നവർ ബുക്ക് ചെയ്യുക. വെള്ളിയാഴ്ച നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ വെള്ളിയാഴ്ച ശുശ്രൂഷകളിൽ പങ്കെടുക്കുക. വ്യാഴാഴ്ചകളിലെ പ്രാർത്ഥനയ്ക്ക് ബുക്കിംഗ് ആവശ്യമാണ്. താമസ സൗകര്യങ്ങൾ ചുരുങ്ങിയ സൗകര്യങ്ങളെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ക്രമീകരണം ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കും എന്ന് കരുതുന്നു. അതോടൊപ്പം ഇന്ന് വൈകുന്നേരം മുതൽ 7 മണിക്ക് പ്രിയപ്പെട്ട സോജനച്ചൻ പ്രാർത്ഥിക്കുന്നൊരു വിഷയം, പ്രാർത്ഥിക്കുന്നൊരു കാര്യം, SLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, എന്ത് കോഴ്സ് എടുക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങോട്ട് തിരിയണം എന്നറിയത്തില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. ഭയങ്കര ടെൻഷൻ. അച്ഛൻ പ്രത്യേകം ഒരു വചനം പറഞ്ഞ് ഈ ദിവസങ്ങളിൽ, ഈ മാസങ്ങളിൽ പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾ നല്ല കോഴ്സ് എടുത്ത് പഠിക്കാനുള്ള ഒരു വിവേകവും ബുദ്ധിയും തീരുമാനവും ശക്തിയും ഒക്കെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ വചനമൊക്കെ കേട്ട് പ്രാർത്ഥിക്കുക. അതൊരനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണണം. നാളെ ചൊവ്വാഴ്ച ദിവസം സാധ്യമായ എല്ലാവരും 5:30 തന്നെ എഴുന്നേറ്റ് 5:30 തന്നെ ഒരുമിച്ച് വചനം കേട്ട് പ്രാർത്ഥിക്കാം. നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സൂക്ഷിക്കട്ടെ. ആമേൻ.